ഓക്കെ. അപ്പൊ ഇന്ന് 14ാമത്തെ ലെസൺ ചങ്ങാലിപ്രാവ് അല്ലെ. പേര് വൈലോപ്പിള്ളിയുടേതാണ്. വൈലോപ്പിള്ളിനെ പറ്റി നമ്മൾ ഏറെ പറഞ്ഞിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക് വൈലോപ്പിള്ളിനെ പറ്റി അറിയോ? എന്തൊക്കെയാണ് വൈലോപ്പിള്ളിയുടെ ഏതെങ്കിലും ഒരു കവിത പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പോയത്തിന്റെ പേര് പറയാൻ പറ്റുമോ? മകരക്കൊയ്ത്ത്. പിന്നെ വിത്തും കൈക്കോട്ടും ഒരുപാടുണ്ട്. മാമ്പഴം അദ്ദേഹത്തിന്റെ കവിതയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് എപ്പോഴും മാമ്പഴത്തിനെ പറ്റി അല്ലേ. ഇപ്പൊ നല്ല വരികൾ എഴുതിയ ആളാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ചങ്ങാലിപ്രാവ് എന്ന കവിതയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലേ. വൈലോപ്പിള്ളിനെ പറ്റി നമുക്കൊന്ന് വായിക്കാം. അതില് മലയാള കവിതയ്ക്ക് ശക്തിയും ചൈതന്യവും പകർന്ന മഹാകവിയാണ് അദ്ദേഹം അല്ലെ. 1911 മെയ് 11 തൃപ്പൂണിത്തുറയിൽ ജനിച്ചു. കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, മകരക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, കടൽക്കാക്കകൾ, കണ്ണീർപ്പാടം, വിട, വിത്തും കൈക്കോട്ടും എന്നിവയാണ് പ്രധാന കൃതികൾ. കുട്ടികൾക്ക് വേണ്ടി പച്ചക്കുതിര, മിന്നാമിന്നി എന്നീ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മകരക്കൊയ്ത്ത് വയലാർ അവാർഡ് നേടി. 1985 ഡിസംബർ 22 അന്തരിച്ചു. അപ്പോ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പ്രശസ്ത കവിയാണ്, അറിയാലോ നിങ്ങൾക്ക്. ഇപ്പോ നെക്സ്റ്റ് പറയാം നമുക്ക്. എന്നാ പാട്ട് പാടാനൊന്നും ആവില്ല, അതെ വല്ലാത്തൊരു വരികളാണ്. ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ നീ തലതല്ലിക്കരയുന്നതെന്തുകൊണ്ടോ, നിന്റെ തലതല്ലിക്കരയുന്നതെന്തുകൊണ്ടോ, പറയുന്നു ചങ്ങാലി ഞാൻ ഇന്നു നാഴി പയറൻ മകൾക്കു കൊടുത്തുപോയി, ഉപ്പിട്ട് തിരികെ വരുമ്പോൾ വറത്തു വയ്ക്കാൻ. തിരികെ വരുന്നേരം എന്തു ചൊല്ലേണ്ടു, ഉരിയേ പയറുള്ളു ചട്ടിയിലൊട്ടാകെ, ഉരിയേ പയർമണി കണ്ടതുള്ളൂ. പയറെന്തു ചെയ്തു നീ ചെറുകള്ളിപ്പെണ്ണെ, പകുതിയുമില്ലല്ലോ നീ കുറിച്ചോ, നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ. പറയുന്നീലവളൊന്നും വറവു തീർന്നപ്പോൾ പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ. കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ, പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ, കലികൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ, എന്റെ കലികൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളെ. പക തീർന്നു താനേ വറുത്തു ഞാൻ നാഴിപ്പയറുപ്പു ചേർത്ത് വറുത്തപ്പോഴോ, മണിപ്പയറു അരി മാത്രമേ കണ്ടതുള്ളൂ. പഴിചാരി കൊത്തി ഞാൻ കൊന്നുപോയല്ലോ, പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതൻ പൊന്നുമോളെ. ഉരിമണിപ്പയറിന്ന് കുഞ്ഞിനെ കൊന്നേൻ, ഉലകത്തിലെന്തിനു ഞാനിരിപ്പു, മേലിലുലകത്തിലെന്തിന് ഞാനിരിപ്പു. എന്തെങ്കിലും മനസ്സിലായോ? എന്താ പറഞ്ഞേ വരികളില്? ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കണേ. ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ നീ തലതല്ലിക്കരയുന്നതെന്തുകൊണ്ടോ, നിന്റെ തലതല്ലിക്കരയുന്നതെന്തുകൊണ്ടോ, പറയുന്നു ചങ്ങാലി ഞാൻ ഇന്നു നാഴിപ്പയറൻ മകൾക്കു കൊടുത്തുപോയി, ഉപ്പിട്ട് തിരികെ വരുമ്പോൾ വറുത്തു വയ്ക്കാൻ. തിരികെ വരുന്നേരം എന്തു ചൊല്ലേണ്ടു, ഉരിയേ പയറുള്ളൂ ചട്ടിയിലൊട്ടാകെ, ഉരിയേ പയർമണി കണ്ടതുള്ളൂ. പയറെന്തു ചെയ്തു നീ ചെറുകള്ളിപ്പെണ്ണെ, പകുതിയുമില്ലല്ലോ നീ കുറിച്ചോ, നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ. പറയുന്നീലവളൊന്നും വറവു തീർന്നപ്പോൾ പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ. കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ, പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ, കലികൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ, എന്റെ കലികൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളെ. പക തീർന്നു താനേ വറുത്തു ഞാൻ നാഴിപ്പയറുപ്പു ചേർത്ത് വറുത്തപ്പോഴോ, മണിപ്പയറുരി മാത്രമേ കണ്ടതുള്ളൂ. പഴിചാരിക്കൊത്തി ഞാൻ കൊന്നുപോയല്ലോ,
പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതൻ പൊന്നുമോളെ, ഉരുമണിപ്പയറിന്ന് കുഞ്ഞിനെ കൊന്നേൻ, ഉലകത്തിലെന്തിന് ഞാനിരിപ്പൂ, മേലിലുലകത്തിലെന്തിന് ഞാനിരിപ്പൂ. അല്ലെ, എന്താ പറഞ്ഞത്? പയറ് വറക്കാൻ കൊടുത്തിട്ട് എന്താ തിരിച്ചു വരുമ്പോഴേക്ക് പയറ് വറക്കുമ്പോ കുറയുന്നു അല്ലെ. അപ്പോ ആക്കൊക്കെ നീ കൊടുത്തു, നീ സൽക്കരിച്ചൊക്കെ പറഞ്ഞ് പൊന്നുമോളെ കൊന്നുപോയി എന്നാണ് ഇതിൽ പറയുന്നത് അല്ലെ. അങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലായത്? മനസ്സിലായോ വല്ലതും? ഓക്കെ, ഒന്നുകൂടി വായിക്കാതെ ശ്രദ്ധിക്ക്. ചെറുപുള്ളി ചിറകുള്ള ചങ്ങാലിപ്രാവേ, നീ തല തല്ലിക്കരയുന്നത് എന്തുകൊണ്ടോ, നിന്റെ തല തല്ലിക്കരയുന്നത് എന്തുകൊണ്ടോ? പറയുന്നു ചങ്ങാലി, ഞാൻ ഇന്നു നാഴിപ്പയറൻ മകൾക്കു കൊടുത്തുപോയി, ഉപ്പിട്ട് തിരികെ വരുമ്പോൾ വറുത്തു വയ്ക്കാൻ. തിരികെ വരുന്നേരം എന്തു ചൊല്ലേണ്ടു, ഉരിയേ പയറുള്ളു ചട്ടിയിലൊട്ടാകെ, ഉരിയേ പയർമണി കണ്ടതുള്ളൂ. പയറെന്തു ചെയ്തു നീ ചെറുകള്ളിപ്പെണ്ണെ, പകുതിയുമില്ലല്ലോ നീ കുറിച്ചോ, നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ. പറയുന്നീലവളൊന്നും വറവു തീർന്നപ്പോൾ പയർ ഇത്ര മാത്രമേ കണ്ടതുള്ളൂ, കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ, പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയെന്നേർത്തോ ഓർത്തോ, കലികൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളേ, എന്റെ കലികൊണ്ട് കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ എന്റെ കലികൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളെ. പക തീർന്നു താനേ വറുത്തു ഞാൻ നാഴിപ്പയർ ഉപ്പു ചേർത്ത് വറുത്തപ്പോഴോ, മണിപ്പയറുരി മാത്രമേ കണ്ടതുള്ളൂ. പഴിചാരിക്കൊത്തി ഞാൻ കൊന്നുപോയല്ലോ, പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതൻ പൊന്നുമോളെ. ഉരിമണിപ്പയറിന്ന് കുഞ്ഞിനെ കൊന്നേൻ, ഉലകത്തിലെന്തിനു ഞാനിരിപ്പൂ, മേലിൽ ഉലകത്തിലെന്തിന് ഞാനിരിപ്പൂ. എന്താണ് പറഞ്ഞത്? ഇപ്പോ ചെറുപുള്ളി ചിറകുള്ള ചങ്ങാലിപ്രാവേ, നീ തലതല്ലിക്കരയുന്നത് എന്തുകൊണ്ടോ, നിന്റെ തലതല്ലിക്കരയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ് അല്ലെ. എങ്ങനെയുള്ള ചങ്ങാലിപ്രാവാണ്? ചെറുപുള്ളി ചിറകുള്ള. ചങ്ങാലിപ്രാവിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രാവിനെ കണ്ടിട്ടുണ്ടോ? പ്രാവിനെ അറിയില്ലേ? നീ തലതല്ലിക്കരയുന്നത് എന്തുകൊണ്ടോ, നിന്റെ തലതല്ലിക്കരയുന്നത് എന്തുകൊണ്ടാണ് നീ തലതല്ലി കരയുന്നത് എന്നാണ് ആദ്യത്തെ ലൈനിൽ ചോദിക്കുന്നത് അല്ലെ. പിന്നെന്താ പറയുന്നത്? പറയുന്നു ചങ്ങാലി. ചങ്ങാലി എന്താ പറയുന്നത്? ഞാൻ ഇന്ന് നാഴിപ്പയറൻ മകൾക്ക് കൊടുത്തുപോയി. നാഴിപ്പയർ, നാഴി, ഉരി എന്നെല്ലാം പറഞ്ഞാൽ എന്താ? അളക്കുന്നതാണ്. നാഴി അറിയോ? അരി അളക്കുന്ന സാധനം. ആരെങ്കിലും അരി അളക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് അമ്മയുടെ പണിയല്ലേ അല്ലെ, അപ്പൊ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അല്ലെ ഹലിമ? അങ്ങനെയല്ലേ ഇപ്പം വിചാരിച്ചേ? ചോറ് വെക്കുന്നതിൽ അമ്മയാണ്, അപ്പൊ നാഴി ഉണ്ടോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ അരിയെല്ലാം അളക്കുന്ന സാധനമാണ് കേട്ടോ നാഴി. അപ്പൊ ഞാൻ ഇന്ന് നാഴിപ്പയർ, നാഴി അതിൽ അളന്ന് നാഴിപ്പയറ് മകൾക്ക് കൊടുത്തിട്ട് പോയി അല്ലെ. എന്താണ്, എന്തിനാണ്? ഉപ്പിട്ട് തിരികെ വരുമ്പോൾ വറുത്ത് വയ്ക്കാൻ. അത് ഉപ്പിട്ട് തിരികെ വരുമ്പോഴേക്ക് വറുത്ത് വയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അമ്മ മകൾക്ക് കൊടുത്തിട്ട് പോയി അല്ലെ. എത്ര? നാഴിപ്പയർ. എന്നിട്ട് എന്താ സംഭവിച്ചത്? തിരികെ വരുന്നേരം എന്തു ചൊല്ലേണ്ടു? എന്താണ് ഞാൻ പറയേണ്ടത്? തിരികെ വരുമ്പോഴേക്ക് എന്താ ഉള്ളത്? ഉരിയേ ഉള്ളൂ. നാഴിയുടെയും പകുതി ഉരി അല്ലെ. അപ്പൊ ഉരിയേ പയറുള്ളൂ ചട്ടിയിലൊട്ടാകെ, ചട്ടിയിലെല്ലാം നോക്കിയാലും ഉരിയേ പയറുള്ളൂ. എന്നിട്ട് എന്താ പറഞ്ഞ? ഉരിയേ പയർമണി കണ്ടതുള്ളൂ. അപ്പോ നാഴി എന്ന് പറഞ്ഞ ഒരളവ് പാത്രാണേ. അപ്പൊ അതിൽ നിറച്ചും കൊടുത്തിട്ട് പോയത് നാഴി പയറ് കൊടുത്തിട്ട് പോയി മുകൾക്ക് അല്ലെ, വറക്കാൻ, ഉപ്പിട്ട് വറുത്ത് വെക്കാൻ വേണ്ടി. അപ്പൊ തിരികെ വരുന്ന സമയത്ത് എന്തുണ്ടായത്? അതിന്റെ പകുതിയേ ഉള്ളൂ, ഉരിയെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്താ പറഞ്ഞേ? എന്ത് ചൊല്ലേണ്ടു? ഉരിയേ പയറുള്ളൂ ചട്ടിയിലൊട്ടാകെ നോക്കിയാലും ആ കുറഞ്ഞിട്ടേ ഉള്ളത്, പകുതിയേ ഉള്ളൂ, അതിലും പകുതിയേ ഉള്ളൂ അല്ലെ. പയർ എന്തു ചെയ്തു നീ? എന്താണ് പയർ? എന്താണ് നീ ചെയ്തത്? ചെറുകള്ളിപ്പെണ്ണെ. കള്ളിപ്പെണ്ണെ പറഞ്ഞാല്
എന്തോ കള്ളത്തരം കാണിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ചെറു കള്ളിപ്പെണ്ണെ പകുതിയുമില്ലല്ലോ, അപ്പൊ പകുതി പോലും ഇല്ലല്ലോ ഇത്, നീ കൊറിച്ചോ. കൊറിക്കുക എന്നാണ് തിന്നുക അല്ലെ, കടലയെല്ലാം കൊറിച്ചുകൊണ്ടിരിക്കാറുണ്ട് അല്ലെ. കൊറിക്കുക പറഞ്ഞാൽ പറക്കി തിന്നുന്നതിനാണ് പറയുക കൊറിക്കുക. അപ്പൊ നീ കൊറിച്ചോ, നീ തിന്നോ, നിന്റെ പല കൂട്ടുകാർക്കും, നിന്റെ കൂട്ടുകാർക്കൊക്കെ അത് കൊടുത്തോ അല്ലെ. നീ സൽക്കരിച്ചോ പറഞ്ഞാല് അവർക്കൊക്കെ നീ കൊടുത്തോ, നീ ഇരുത്തി സൽക്കരിച്ച് കൊടുത്തോന്ന് ചോദിക്കുന്നു. പിന്നെന്താ പറയുന്നത്, പറയുന്നീൽ അവളൊന്നും വറവു തീർന്നപ്പോൾ പയർ ഇത്ര മാത്രമേ കണ്ടതുള്ളൂ. അപ്പൊ വറുത്ത് കഴിഞ്ഞതിന് ശേഷം മോൾ എന്നാ പറഞ്ഞേ, ഇത്ര മാത്രമേ കണ്ടുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അല്ലെ. വറവ് തീർന്നപ്പോൾ പയറ് ഇത്ര മാത്രമേ കണ്ടതുള്ളൂ, കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലും അമ്മേ. തെല്ലും എന്ന് പറഞ്ഞാൽ എന്താണ്, ഒട്ടും അല്ലെ, ലേശം അല്പവും ഇല്ലാത്തതില് തെല്ലും അല്പവും ഞാൻ കള്ളം പറഞ്ഞതല്ല അല്ലെ, സത്യമായ കാര്യമാണ്. പയറ് വറുത്ത് കഴിഞ്ഞപ്പോ ഇത്രയേ കാണുന്നുള്ളൂ എന്ന് ആര്, മകള് പറഞ്ഞു അല്ലെ, ചങ്ങാതിപ്രാവിന്റെ മകള് പറഞ്ഞു. അപ്പോ പറയുന്നീൽ അവളൊന്നും വറവു തീർന്നപ്പോൾ പയർ ഇത്ര മാത്രമേ കണ്ടതുള്ളൂ, കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലും അല്പവും അമ്മേ, ഞാൻ കള്ളം പറയുന്നതല്ല. പൊളിയാണിതെല്ലാം. പൊളി എന്ന് പറഞ്ഞ എന്താണ്, കളവ്, പൊളി അല്ലെ. പൊളി എന്ന് പറഞ്ഞാൽ കളവ്, അസത്യാണ്, സത്യമല്ലാത്തത് പൊളി, പൊളി വചനം എന്ന് പറയില്ലേ നമ്മള്. അപ്പൊ പൊളി എന്ന് പറഞ്ഞാൽ കള്ളം അല്ലെ, അസത്യമായത്, കള്ളം. അപ്പോ പൊളിയാണിതെല്ലാം. അമ്മ എന്ത് പറഞ്ഞു, നീ പറഞ്ഞൊക്കെ കള്ളത്തരാണ്, ഞാൻ പൊട്ടിയെന്നോർത്തു, ഞാൻ പൊട്ടിയാണ്. പൊട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്കൊന്നും അറിയാത്ത ആളെന്ന് പൊട്ടി എന്ന് പറയുന്നത് അല്ലെ. ഞാൻ പൊട്ടിയാണെന്ന് ഓർത്തോ, നീ പറയുന്ന കള്ളത്തരാണെന്ന് അമ്മ പറയുന്നു. കലി കൊണ്ട് കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ, എന്റെ കലി കൊണ്ട് കൊന്നു ഞാൻ പൊന്നുമോളെ. എന്താ സംഭവിച്ചത്, അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ ഏത് ചെയ്തു, കലി കൊണ്ട്. കലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ദേഷ്യം. നമ്മൾ പഠിച്ചിട്ടില്ലേ കലിയുടെ പാഠം, നിങ്ങളല്ലേ പഠിച്ചത്, 6ാം ക്ലാസ്സിലല്ലേ കലി, നളന്റെ പാഠത്തിലല്ല, ഏതിലാമ്മ പഠിച്ചേ. കലി പറഞ്ഞ ദേഷ്യാണ് അർത്ഥം കേട്ടോ, നിങ്ങൾ എല്ലാം പഠിച്ചത് അല്ലെ, 3ാം ക്ലാസ്സിലാണ്. അപ്പൊ കലി എന്ന് പറഞ്ഞാൽ ദേഷ്യാണ്. കലി, ദുഷ്ടദേവനായ കലി എന്നെല്ലാം പറഞ്ഞാൽ കലി ദേഷ്യം വരുന്ന അവസ്ഥയാണ്, ദേഷ്യം കലി. കലി കൊണ്ട് കൊത്തി ഞാൻ, ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, നെഞ്ചില് കൊത്തിയല്ലേ, കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ, എന്റെ കലി കൊണ്ട് കൊന്നു ഞാൻ പൊന്നുമോളെ. നെഞ്ചു കൊത്തിയാൽ എന്ത് ചെയ്യും, മരിക്കും അല്ലെ. ദേഷ്യം വന്നിട്ട് അമ്മ കുഞ്ഞിനെ കൊന്നു. എന്തിന്, പയറ് വറുത്തതില് കുറഞ്ഞതിന് അല്ലെ. കൊന്നു ഞാൻ പൊന്നുമോളെ, പക തീർന്നു താനേ വറുത്തു ഞാൻ നാഴിപ്പയർ ഉപ്പു ചേർത്ത് വറുത്തപ്പോ. എന്നിട്ട് എന്ത് ചെയ്തു, അമ്മ അത് വറുത്തപ്പോ എന്താ ഉണ്ടായത്, അതിന്റെ പകുതിയേ ഉണ്ടാവുന്നുള്ളൂ അല്ലെ. അപ്പൊ ഈ സാധനം വറക്കുമ്പോ എന്ത് ചെയ്യും, അത് കുറയും. അപ്പൊ അമ്മ അത് മനസ്സിലാക്കിയില്ല. അമ്മ എന്ത് ചെയ്തു, അമ്മയുടെ ദേഷ്യത്തിന് അമ്മ മകളെ കൊന്നു എന്നാണ് ഇതിൽ പറഞ്ഞത് അല്ലെ. അപ്പൊ അമ്മ അത് വറുത്ത് നോക്കിയപ്പോൾ അതുപോലെ വീണ്ടും കുറഞ്ഞു. അപ്പോഴാണ് അമ്മയ്ക്ക് ആ ഒരു ബുദ്ധിമോശം മനസ്സിലായത്, എന്ത്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ബോധം മനസ്സിലായത്. അപ്പോ എന്താ പറഞ്ഞ, പയർ ഉപ്പ് ചേർത്ത് വറുത്തപ്പോഴോ മണിപ്പയർ ഉരി മാത്രമേ കണ്ടതുള്ളൂ. പഴിചാരുക പറഞ്ഞാല് കുറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തി. കൊത്തി ഞാൻ കൊന്നുപോയല്ലോ, ആരെ, പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥം അറിയാതൻ. പരമാർത്ഥം സത്യം അല്ലെ, പയർ വറക്കുമ്പോൾ കുറഞ്ഞു പോകുമെന്ന സത്യം അറിയാതെ ഞാൻ എന്റെ മകളെ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്തു, കൊന്നു. അപ്പൊ അമ്മക്ക് തന്നെ അത് ബോധ്യപ്പെട്ടു. പരമാർത്ഥം അറിയാതൻ പൊന്നുമോളെ, ഉരിമണിപ്പയറിന് ഉരിമണിപ്പയറിന് വേണ്ടി കുഞ്ഞിനെ കൊന്നേൻ. ഉലകത്തിലെന്തിന് ഞാനിരിക്കും, ഉലകം ഭൂമി അല്ലെ. ഈ ഉലകത്തില് ഞാൻ എന്തിനാണ് ഇരിക്കുന്നത്, എന്റെ ഉരിമണിപ്പയറിന് വേണ്ടി ഞാൻ എന്റെ മകളെ കൊന്ന ഇന്ന് ഞാൻ എന്തിനാണ് ഇനി ഭൂമിയില് ജീവിക്കുന്നത്. മേലിലുലകത്തിൽ എന്തിനു ഞാനിരിപ്പൂ, ഈ മേലില് എന്തിനാണ് ഈ ഭൂമിയിൽ ഞാൻ അവശേഷിക്കുന്നത്, ഇത്രയും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഞാൻ ദേഷ്യം വന്ന് എന്റെ മകളെ കൊന്നതിന് എന്നാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലെ. അപ്പോ ഇത് പൊതുവായ ഒരു ബോധം നമുക്ക് തരുകയാണ്. എന്താണ്,
ഇത് നിങ്ങൾക്ക് മനസ്സിലായ ഗുണപാഠം എന്താണ്? ഇത് ജസ്റ്റ് ഒരു കഥ. എന്ത്? ചങ്ങാലിപ്രാവിനെ ഉരി മണി പയറിനു വേണ്ടി അമ്മ കൊല്ലുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതായത് പെട്ടതില്ല ദേഷ്യത്തിന് നമ്മൾ അവിവേകം കാണിക്കുന്നു അല്ലെ. അല്ലെ, നമ്മള് വരും വരായികളൊന്നും ചിന്തിക്കുന്നില്ല. എന്താ ചെയ്യുന്നേ? പെട്ടെന്നുള്ള ദേഷ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? വെറും വിഡ്ഢിത്തങ്ങളാണ് ചെയ്തു വെക്കുക. പക്ഷെ അത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും എന്നൊരു ഗുണപാഠാണ് നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നത് അല്ലെ. വൈലോപ്പിള്ളി നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് ഇതിൽ തരുന്നത്. എന്താണ് തന്നത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മക്കളെ ഇത്? അപ്പോ നമ്മള് കുറെ കൂടി വിവേകത്തോടെ ചിന്തിക്കണം അല്ലെ. അതാണ് ജസ്റ്റ് ഈ ഒരു കഥ ഒന്നുമല്ല അല്ലെ, ഒന്നുമല്ല. പക്ഷെ ഈ ഒരു ഇതിലൂടെ ചങ്ങാലിപ്രാവ് എന്ന കവിതയിൽ കൂടി വൈലോപ്പിള്ളി ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട് അല്ലെ. എന്താ തരുന്നത്? ചെറിയൊരു സിമ്പിളായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മള് ദേഷ്യപ്പെടും അല്ലെ. ആ ദേഷ്യത്തില് നമ്മള് പല അവിവേകങ്ങളും കാണിക്കും. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ദുരന്തങ്ങളാണ് നമുക്ക് കൊണ്ടുതരുക അല്ലെ. സത്യല്ലേ? നിങ്ങളായാലും ഇപ്പൊ ഒരു എന്തെങ്കിലും ചിന്തിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം വരും അല്ലെ. ഇപ്പൊ ജസ്റ്റ് ഒരു കള്ളത്തരം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അച്ഛന്റെ കീശിനായാലും ഒരു 10 രൂപ നമ്മൾ എടുക്കുന്ന വിചാരിക്കാം. അത് കള്ളത്തരാണല്ലേ. ചോദിക്കാതെ എടുക്കുന്നത് എന്താണ്? കള്ളത്തരല്ലേ. അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയണം, അച്ഛൻ ഞാൻ ഇന്നപോലെ ഒരു 10 രൂപ, ജസ്റ്റ് ഒരു 10 രൂപ ആയാലും നമ്മൾ എടുക്കുമ്പോ എന്താണത്? കള്ളത്തരാണ്. അച്ഛൻ്റെതായാലും അത് പറഞ്ഞില്ലെങ്കിൽ അല്ലെ. അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് തൽക്കാലം പിന്നൊരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ ദുരന്താവും അല്ലെ. പേരുദോഷം കിട്ടും അല്ലെ. അപ്പോ ജസ്റ്റ് അങ്ങനെയുള്ള എന്ത് പെട്ടെന്നുള്ള ദേഷ്യത്തിനോ പെട്ടെന്നുള്ള ഒരു നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹത്തിനോ വേണ്ടി നമ്മൾ എന്തെങ്കിലും അതായത് മോശ സ്വഭാവങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റില്ല അല്ലെ. അങ്ങനെയുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട് വൈലോപ്പിള്ളി നമുക്ക് കാട്ടിത്തരുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള ഒരു മെസ്സേജ് ആണ്. അതായത് നമ്മള് എന്ത് ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം മാത്രമേ നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ അല്ലെ. പെട്ടെന്ന് നമുക്ക് കോപം വരും, പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം അല്ലെ. പക്ഷെ പലയാൾക്കും അത് പറ്റില്ല. അപ്പോ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അത് വിഡിത്തമാണ്. അതായത് നമ്മൾ ഇങ്ങനെയല്ല. അപ്പോ ആ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ഞാൻ ഇനി ഈ ഉലകത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് അമ്മ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ ഒരു കവിത അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ മക്കളേത്? ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടി പറയാത്. ഓക്കെ, വായിക്കാൻ പറ്റുമോ ഇന്ന് ആർക്കെങ്കിലും? അത് നല്ല രീതിയിൽ പാടാൻ പറ്റുമോ ആർക്കെങ്കിലും? ആരാ വായിക്കുന്നത്? ആരി? ആരോമലാണോ വായിക്കുന്നത്? ഓക്കെ, എല്ലാരും വീഡിയോ ഓഫ് ചെയ്തിട്ടാണുള്ളത്. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല കേട്ടോ. വീഡിയോ ഓഫ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് അവിടെ പരിപാടി എന്നൊന്നും മനസ്സിലാവും. ഓക്കെ, കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആരാ ഇതൊന്ന് വായിക്കുന്നത്? ഒന്ന് ഉഷാറായിട്ട് ആരെങ്കിലും കൈപൊക്കി. ഇപ്പം വായിക്കുന്ന 2 പേരോ 3 പേരോ കൈപൊക്കിയാ മതിയോ? അങ്ങനെയാണോ ഒരു ക്ലാസ് ആക്റ്റീവായിട്ട് വേണ്ടത്? എല്ലാവരും ചെയ്യണ്ടേ അല്ലേ? ഓക്കെ, ആതിര കുറെ സമയമായിട്ട് കൈപൊന്തിക്കുന്നു കേട്ടോ. ആതിരെ വായിച്ചോ. ആതിര. ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ, നീ തല തല്ലിക്കരയുന്നത് എന്തുകൊണ്ടോ? നിന്റെ തല തല്ലിക്കരയുന്നത് എന്തുകൊണ്ടോ? പറയുന്നു ചങ്ങാലി, ഞാനിന്നു നാഴിപ്പയറൻ മകൾക്ക് കൊടുത്തുപോയി. ഉപ്പിട്ടു തിരികെ വരുമ്പോൾ വറുത്തു വെക്കാൻ. തിരികെ വരും നേരം എന്തു ചൊല്ലണ്ടു? ഉരിയെ പയറുള്ളു ചട്ടിയിലൊട്ടാകെ, ഉരിയെ പയറുള്ളു കണ്ടതുള്ളൂ. പയറെന്തു ചെയ്തു നീ ചെറുകള്ളിപ്പെണ്ണെ? പകുതിയുമില്ലല്ലോ നീ കുറിച്ചോ? നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ? പറയുന്നില്ല അവളൊന്നും. വറവു തീർന്നപ്പോൾ പയർ ഇത്ര മാത്രമേ കണ്ടെടുത്തുള്ളൂ. കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ, പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ? കലികൊണ്ട് കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ, എന്റെ കലികൊന്നു കൊന്നു ഞാൻ പൊന്നുമോളെ. പക തീർന്നു താനേ നാഴിപ്പയറു ചേർത്ത് വറുത്തു
വറുത്തപ്പോഴും മണിപ്പയർ ഒരു മാത്രമേ കണ്ടതുള്ളൂ. പഴിചാരി കൊത്തി ഞാൻ കൊന്നുപോയല്ലോ, പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതൻ പൊന്നുമോളെ. ഒരു മണിപ്പയറിന്നു കുഞ്ഞിനെ കൊന്നൻ ഉലകത്തിൽ എന്തിനു ഞാനിരിപ്പു, മേലിലുലകത്തിൽ എന്തിനു ഞാനിരിപ്പു. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, ജോയലാണോ? വായിച്ചോ ജോയല്. ജോയല് വായിക്ക് ജോയലെ. ചെറുവള്ളി കുറിച്ചുള്ള ചങ്ങാതി പ്രാവേ, നിന്റെ തല തല്ലി കഴിയുന്നതെന്തുകൊണ്ട്? നിന്റെ തല തല്ലി കഴിയുന്നതെന്തുകൊണ്ട്? പറയുന്നു ചങ്ങാതി, ഞാൻ നിന്നും അവളുടെ ചിരിയെ വരുമ്പോൾ തീരെ എന്തു ചൊല്ലേണ്ടു. ഉരിയേ പയറുള്ളു ചട്ടിയിലൊട്ടാകെ, ഉരിയേ പയർമണി കണ്ടതുള്ളൂ. പയറെന്തു ചെയ്തു നീ ചെറുകള്ളിപ്പെണ്ണെ, പകുതിയുമില്ലല്ലോ നീ കുറച്ചോ നിന്റെ പറയുന്നില്ല കേൾക്കുന്നില്ലല്ലോ ജോയല് വായിക്കുന്നേ. ജോയല് ശ്രദ്ധിക്കേ. ഓക്കെ, നെക്സ്റ്റ് ജസ്റ്റസ് വായിച്ചെന്ന്. ചെറുപുള്ളി ചിറകുള്ള ചങ്ങാതി പ്രാവേ, നീ തലതല്ലി കരയുന്നത് എന്തുകൊണ്ടോ? നിന്റെ തലതല്ലി കരയുന്നത് എന്തുകൊണ്ടോ? പറയുന്നു ചങ്ങാതി, ഞാനിന്ന് നാഴിപ്പയറൻ മകൾക്ക് കൊടുത്തുപോയി, ഉപ്പിട്ടു തിരികെ വരുമ്പോൾ വറുത്തു വെക്കാൻ. തിരികെ വരും നേരം മെന്തു ചൊല്ലേണ്ടു, ഉരിയേ പയറുള്ളു ചട്ടിയിലൊട്ടാകെ, ഉരിയേ പയർമണി കണ്ടതുള്ളൂ. പയറെന്തു ചെയ്തു നീ ചെറുവള്ളിപ്പെണ്ണെ, പകുതിയുമില്ലല്ലോ നീ കൊറിച്ചോ. നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ. പറയുന്നീലവളൊന്നും വറവു തീർന്നപ്പോൾ പയറെത്ര മാത്രമേ കണ്ടതുള്ളൂ. കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ. പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയാണെന്നോർത്തോ. കലികൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളെ, പക തീർന്നു. താനെ വെറുത്തു ഞാൻ ഉപ്പു ചേർത്ത് വറുത്തപ്പോഴോ മണിപ്പയറുരി മാത്രമേ കണ്ടതുള്ളൂ. പഴിചാരി കൊത്തി ഞാൻ കൊന്നുപോയല്ലോ, പയർ വറക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതൻ പൊന്നുമോളെ. ഒരു മണിപ്പയറിന്നു കുഞ്ഞിനെ കൊന്നേൻ ഉലകത്തിൽ എന്തിനു ഞാനിരിപ്പു, മേലിൽ ഉലകത്തിൽ എന്തിനു ഞാനിരിപ്പു. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? എല്ലാരും നല്ലപോലെ വായിച്ച് പഠിച്ചിട്ടൊന്ന് വായിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ ഇപ്പൊ. അപ്പോ അടുത്ത ക്ലാസ്സിൽ ഇത് എന്തായാലും വായിപ്പിക്കും. എല്ലാരും നല്ലതുപോലെ വായിക്കണം. ഇന്നത്തെ ക്ലാസ്സിലല്ല, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാം ഇട്ടിട്ടുണ്ട്. ഏത്? സർവജ്ഞ പീഠം കയറിയ ശ്രീ ശങ്കരാചാര്യർ. വൈകുന്നേരം ക്ലാസ് അതാണ് എക്സാം ആണ്. ചോദ്യം ചോദിക്കല എങ്ങനെയായാലും ഉണ്ടാവും. ഓക്കെ, വൈകുന്നേരത്തെ ക്ലാസ്സിൽ. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് റിവിഷൻ പോലെ പോവാം. ഓക്കെ, ബൈ. അപ്പോ എല്ലാ മക്കളും ഇത് വായിക്കണം നല്ലപോലെ.
വായിപ്പിക്കും. ബൈ.